എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിൻ്റെ സ്വന്തം നെല്ലോർ പശുക്കളെ പറ്റിയാണ്. പക്ഷേയെങ്കിൽ കഥ തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ന് ബ്രസീലിൻ്റെ ഏറ്റവും പ്രശസ്തമായ ബീഫ് കാറ്റലുകളിൽ ഒന്നായ നെല്ലൂറിൻ്റെ വേരുകൾ നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്. പശുക്കളെ പ്രധാനമായി രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഡയറി കാറ്റലെന്നും രണ്ട് ബീഫ് കാറ്റലുകളെന്നും. ഇതിനകത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതെല്ലാം ഡയറി കാറ്റലുകളായിരുന്നു. എങ്ങനെ കൂടുതൽ പാൽ കിട്ടുന്ന പശുക്കൾ ഉണ്ടാകും എന്നെല്ലാം നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബീഫ് കാറ്റലുകളെ കുറിച്ചാണ്. ബീഫ് കാറ്റൽ എന്നാൽ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന പശുക്കളാണ്. അവരുടെ പാലിനെ പറ്റി ആരും ചിന്തിക്കാറ് പോലുമില്ല. നിർഭാഗ്യവശാൽ കാണാൻ ഇത്രയും സൗന്ദര്യമുണ്ടായിട്ടും നമ്മുടെ നെല്ലൂർ പശുക്കൾ ബീഫ് കാറ്റലുകളുടെ ഗണത്തിലാണ് പെട്ടത് എന്നോർക്കുമ്പോൾ ചെറിയൊരു വിഷമം ഇല്ലാതില്ല. നെല്ലൂർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഓങ്ങോൾ പശുക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പശുക്കളാണ്. ഏതാണ് ഓങ്ങോൾ ബ്രീഡുകൾ? ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽ ഓങ്ങോൾ എന്ന് പറയുന്ന പ്രദേശത്ത് രൂപം കൊണ്ട ബ്രീഡുകളാണ് ഓങ്ങോൾ പശുക്കൾ എന്ന് അറിയപ്പെടുന്നത്. വലിയ ശരീരവും ശക്തമായ അസ്ഥികളും ഉയർന്ന ഹമ്പും നീളമുള്ള കാലുകളും ഇവയുടെ പ്രത്യേകതയാണ്. സാധാരണയായി വെള്ളയോ ഇളം ചാര നിറമോ ആയിരിക്കും ഇവയുടെ ശരീരം. കാളകൾക്ക് നല്ല മസ്കുലർ ബോഡി ആയിരിക്കും. ഓങ്ങോളിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ചൂടും മറ്റ് കഠിനമായ കാലാവസ്ഥയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ്. പണ്ട് കാലത്ത് ഇവയെ കൃഷിപ്പണിക്കും വണ്ടിപ്പണിക്കും മറ്റുമായി ഉപയോഗിച്ചിരുന്നു. കാളകളുടെ ശക്തി വളരെ പ്രശസ്തമാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഓങ്ങോൾ പശുക്കളെ ബ്രസീലിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങിയത്. 1868 ഒരു ജോഡി ബ്രസീലിലെത്തിയതായി ചരിത്രരേഖകൾ പറയുന്നു. പിന്നീട് 1878 കൂടുതൽ ഓങ്ങോൾ പശുക്കൾ ബ്രസീലിൽ എത്തി. അങ്ങനെ ബ്രസീലിലെത്തിയ ഇന്ത്യൻ പശുക്കളെ അവിടുത്തെ കാലാവസ്ഥയ്ക്കും ബീഫ് പ്രൊഡക്ഷനും അനുയോജ്യമായി വർഷങ്ങളോളം സെലക്റ്റീവ് ബ്രീഡിംഗ് നടത്തി മെച്ചപ്പെടുത്തി. പ്രത്യേകിച്ച് 1960-62 കാലഘട്ടത്തിലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന ഇമ്പോർട്ടുകൾ ഇന്നത്തെ നെല്ലൂർ പശുക്കളുടെ ജനറ്റിക് ഫൗണ്ടേഷന് വലിയ പങ്കുവഹിച്ചു. നെല്ലൂർ പശുക്കളുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചൂട് സഹിക്കാനുള്ള കഴിവ്, രണ്ട് ഏത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും നന്നായി വളരുവാനുള്ള കഴിവ്, മൂന്ന് അവരുടെ ശരീരഘടന എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിലെ ബീഫ് കാറ്റിൽ ഇൻഡസ്ട്രിയിൽ നെല്ലൂറിന് നല്ല പ്രാധാന്യം ലഭിച്ചു. അപ്പോൾ തന്നെ ബ്രസീലിലെ പ്രധാനപ്പെട്ട ബീഫ് കാറ്റിൽ ബ്രീഡായി നെല്ലൂർ മാറുകയും ചെയ്തു. ഓങ്കോളിനെ പോലെ തന്നെ വെള്ളയോ ഇളം ചാര നിറമോ ആയ നിറമാണ് നെല്ലൂറിൻ്റെ പ്രത്യേകത. അപ്പോൾ തന്നെ വലിയ ഹമ്പും രണ്ട് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന ചെവികളും നെല്ലൂറിൻ്റെ പ്രത്യേകതകളായി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ തടിപ്പശുക്കളെ നോക്കാൻ വരുന്ന ഇറച്ചിക്കാരൻ പശുക്കളുടെ തൊലി പിടിച്ചു നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നെല്ലൂറിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് അവരുടെ സ്കിൻ കട്ടി കുറഞ്ഞതും ലൂസും ആണ് എന്നത്. ഇന്ത്യയിൽ ജനിച്ച ജനറ്റിക് ബാക്ക്ഗ്രൗണ്ടും ബ്രസീലിലെ സെലക്റ്റീവ് ബ്രീഡിങ്ങും കൊണ്ട് ലോക പ്രശസ്തി ആർജിച്ചിരിക്കുകയാണ് നമ്മുടെ നെല്ലൂർ ബ്രീഡുകൾ. നമ്മുടെ പശുക്കുട്ടികളെ പോലെയൊക്കെ തന്നെ ജനിക്കുമ്പോൾ 25 മുതൽ 35 കിലോ തൂക്കം മാത്രമുണ്ടാകുന്ന നെല്ലൂർ പശുക്കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ ഏകദേശം പശുവിന് 500 കിലോയും കാളയ്ക്ക് 700 കിലോയും തൂക്കം വരുന്നു എന്നതാണ് നെല്ലൂർ പശുക്കളുടെ പ്രത്യേകത. ഇനിയും പുതിയൊരു ബ്രീഡുമായി അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.